ഹോസ്പിറ്റലിൽ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി, കണ്ണ് തള്ളുന്ന ബില്ലായിരിക്കും. നമ്മൾ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും? ഹെൽത്ത് ഇൻഷുറൻസ് ഭയങ്കര മാൻഡേറ്ററിയാണ്. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ചതിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതെന്താണെന്നല്ലേ? എങ്ങനെയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ബിസിനസ് ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ കേരളത്തിലും ഇന്ത്യയിലും നടത്തുന്നത് എന്ന് മനസ്സിലാകും. ഇവർക്ക് 2 ഗ്രൂപ്പായിട്ട് ഇവർ ബിസിനസ് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ്, അതായത് ഇൻഷുറൻസ് ഏജന്റുമാർ ഈ ഹെൽത്ത് ഇൻഷുറൻസ് സെല്ല് ചെയ്യും. അപ്പം ആ ഗ്രൂപ്പിന്റെ ഒരേ ഒരു എയിം എന്ന് പറയുന്നത്, ഒരേ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആൾക്കാരെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അവർ പറയും, നിങ്ങൾ പഴയ അസുഖങ്ങളൊന്നും പറയണ്ട, ഡയബറ്റീസ് ഉണ്ടെന്ന് പറയണ്ട, BP ഉണ്ടെന്ന് പറയണ്ട, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കൂടും, ഭയങ്കര പ്രീമിയം ആയിരിക്കും, നിങ്ങളൊന്നും ഇല്ലെന്നങ്ങ് എഴുതി തന്നേക്ക്, ഞാൻ ഇൻഷുറൻസ് എടുത്ത് തന്നേക്കാം. അങ്ങനെ ഒരു ഒപ്പിട്ടുകൊണ്ട് പോകും, പ്രീമിയം എമൗണ്ട് കൊടുക്കും. ഇപ്പം നല്ല പ്രീമിയം എമൗണ്ട് 10,000 തൊട്ട് 20,000 തൊട്ട് 30,000 രൂപ വരെയൊക്കെ വർഷം അടക്കേണ്ടി വരും പ്രായത്തിനനുസരിച്ചൊക്കെ. അങ്ങനെ പൈസയൊക്കെ നമ്മളിങ്ങനെ ഇഷ്ടംപോലെ പൈസ നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് കമ്പനിക്ക് ഇങ്ങനെ അടച്ചോണ്ടിരിക്കും. നമ്മൾ ഭയങ്കര സെക്യൂർഡ് ആണെന്ന് വിചാരിക്കും. എന്തെങ്കിലും അസുഖം വന്നാൽ ഇൻഷുറൻസ് നോക്കിക്കോളുമല്ലോ, കമ്പനിക്കാർ നോക്കിക്കോളുമല്ലോ. എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോഴത്തേക്കും ചെറിയൊരു ഫ്രാക്ചറിനായിട്ടോ ചെറിയൊരു മൈനർ സർജറിക്കോ മേജർ സർജറിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, അഡ്മിറ്റ് ആകുമ്പോൾ നമ്മുടെ പഴയ അസുഖങ്ങളെല്ലാം ആ കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തുകയോ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ ഈ ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഡോക്ടർ അങ്ങനെ എഴുതല്ല. പക്ഷെ നമുക്ക് ഡയബറ്റീസിന് മരുന്ന് തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഇൻസുലിൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻസുലിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ ആർക്കെങ്കിലും കേസ് ഷീറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് കുറേ നാളുകളായിട്ടുള്ള ഡയബറ്റീസ് ആണ്. അങ്ങനെ ക്ലെയിമിന് വേണ്ടി കേസ് ഷീറ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിലിംഗ് വിങ്, അത് പലപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് അറിയാം, കമ്പനി എങ്ങനെയെങ്കിലും ഈ ക്ലെയിം റിജക്ട് ചെയ്തോണം. എന്തെങ്കിലും തെറ്റുകളുണ്ടോ, നമ്മൾ ആ ഇൻഷുറൻസ് എടുത്ത സമയത്ത് നമ്മൾ സൈൻ ചെയ്ത് ഡിക്ലെയർ ചെയ്ത് കൊടുത്ത ഡോക്യുമെന്റ്സും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്പാരിറ്റി ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ കണ്ടുപിടിക്കും, നിങ്ങൾക്ക് BP ഉണ്ടായിരുന്നു, അല്ലെ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ഒന്നും ഡിക്ലെയർ ചെയ്തില്ല, റിജക്ട്. ഇത്രയും നാൾ കൊടുത്ത പ്രീമിയം എമൗണ്ട് പോയി. ഇങ്ങനെ എത്രയോ ആളുകളുടെ ക്ലെയിമുകളാണ് റിജക്ട് ആവുന്നത്. ഇതിനൊറ്റ കാരണമേ ഉള്ളൂ, ഈ ഇൻഷുറൻസ് ഏജന്റ് പഴയ അസുഖങ്ങളൊന്നും ഡിക്ലെയർ ചെയ്യിപ്പിക്കാതെ ഇൻഷുറൻസ് എടുപ്പിക്കും. ഏറ്റവും അവസാനം ഈ പേഷ്യൻസും ഡോക്ടർമാരും ആശുപത്രിയും തമ്മിൽ അടിപിടിയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ കാരണമാണ് ഇൻഷുറൻസ് റിജക്ട് ചെയ്തത്, ഡോക്ടർ ഡയബറ്റീസ് ഉണ്ടെന്ന് എഴുതിയിട്ടാണ്. ഡയബറ്റീസ് ഉണ്ടെന്ന് എങ്ങനെ എഴുതാതിരിക്കാൻ പറ്റുന്നത്? നമ്മൾ ഈ കേസ് ഷീറ്റിനകത്ത് നമുക്ക് ഡയബറ്റീസിന് മരുന്ന് തരുമ്പോൾ ഡയബറ്റീസ് ഉണ്ടെന്ന് എഴുതാതെ നമുക്ക് മരുന്ന് തരാൻ പറ്റത്തില്ല. ഇത് ഈ ഒരു വളരെ ചീത്തയായിട്ടുള്ളൊരു ട്രെൻഡിൽ കൂടെയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സെയിൽസ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. എത്രയോ ആളുകളുടെ പ്രീമിയം എമൗണ്ട് ആണെന്നറിയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ്, ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി സൈൻ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക. താങ്ക് യു.